ഏറ്റവും പ്രിയപ്പെട്ടവരെ, വിശുദ്ധ വാരത്തിന്റെ പ്രാർത്ഥനാ മംഗളങ്ങൾ. എനിക്കേറെ ഇഷ്ടപ്പെട്ട മനോഹരമായ ഒരു ഗാനം നമുക്ക് കേൾക്കാം. യേശുവേ രക്ഷാദായക, നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷകേ, എന്റെ പാപഭാരവുമായി വല്ലഭായേകൂ രക്ഷകേ. നമുക്ക് വേണ്ടി സ്വർഗം വിട്ടിറങ്ങിയ ഈശോ, നമുക്ക് വേണ്ടി പാപമായി മാറിയവൻ, നമ്മെ എപ്പോഴും സ്നേഹിക്കുന്ന പൊന്നീശോ, ഈശോയെ എനിക്കായി മുറിവേറ്റവൻ, എനിക്കായി ക്ഷതങ്ങളേറ്റു വാങ്ങിയവൻ, എന്നെ സ്വന്തമാക്കിയവൻ. ജീവനെ തന്നത് എനിക്കായിട്ടല്ലയോ. സ്നേഹത്തോടെ പാടാം. ദായക, നിന്റെ സന്നിധി വരുന്നു, എന്റെ പാപമാ ഈശോയുടെ സ്നേഹം അനുഭവിക്കാൻ പറ്റിയ മനോഹരമായ ഒരു ഗാനമാണ്. ഏറെ അർത്ഥം നിറഞ്ഞ, വലിയ കൃപകളും അഭിഷേകവും നൽകുന്ന, ദൈവിക സാന്നിധ്യം നൽകുന്ന മനോഹരമായ ഒരു ഗാനം വിശുദ്ധ വാരത്തിൽ സമർപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അതിനോട് ചേർന്ന് ഏതാനും തിരുവചനങ്ങൾ നമ്മൾ കാണുന്നത് 2 കൊരിന്തോസ് 5:21. അവനിൽ നാം എല്ലാവരും ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം നമുക്ക് വേണ്ടി പാപമാക്കി മാറ്റി. 1 പത്രോസ് 2:24. നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചുകൊണ്ട് അവൻ കുരിശിലേറി. ഇത് നാം പാപത്തിന് മരിച്ച് നീതിക്കായി ജീവിക്കേണ്ടതിനാണ്. അവന്റെ മുറിവിനാൽ നാം സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. 1 യോഹന്നാൻ 2:2. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാര ബലിയാണ്, നമ്മുടെ മാത്രമല്ല ലോകം മുഴുവന്റെയും പാപങ്ങൾക്ക്. മർക്കോസ് സുവിശേഷം 10:45. മനുഷ്യപുത്രൻ വന്നിരിക്കുന്നത് ശുശ്രൂഷിക്കപ്പെടാനല്ല, ശുശ്രൂഷിക്കാനും സ്വന്തം ജീവൻ മോചന ദ്രവ്യമായി നൽകുവാനുമാണ്. 1 കൊരിന്തോസ് 6:20. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. പ്രിയപ്പെട്ടവരെ, ഈ വിശുദ്ധ വാരത്തിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, എന്ത് പ്രാർത്ഥിക്കുന്നു എന്നതിലുപരി നമുക്ക് വേണ്ടി ഈശോ എന്ത് ചെയ്തു? നമ്മെ ഈശോ സ്വന്തമാക്കി മാറ്റി, തന്റെ രക്തം കൊടുത്ത് നമ്മളെ വിലയ്ക്ക് വാങ്ങി. ആ വലിയ ആനന്ദം നമ്മുടെ ജീവിതത്തിൽ നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ നമ്മളെ അനുഗ്രഹിക്കട്ടെ. ക്രൂശിതനായ യേശുവിന്റെ തിരുമുറിവുകൾ, അവന്റെ പരിശുദ്ധ രക്തം നമ്മുടെ കുടുംബത്തെ, നമ്മുടെ ജീവിതത്തെ സമ്പൂർണമായി കഴുകട്ടെ. ഈശോയെ സ്നേഹിക്കാനുള്ള വലിയ അഭിഷേകം നമ്മുടെ ജീവിതങ്ങളിൽ നിറയപ്പെടട്ടെ. ഈശോയെ എനിക്കായിട്ടല്ലയോ ക്രൂശിങ്കൽ
നിന്റെ സന്നിധി വരുന്നു എന്റെ പാരവുമാ വല്ലഭായേകൂ രക്ഷകേ എന്റെ പാപഭാരവുമാ ഈശോ നമ്മളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.